അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹി തഖുല്ലാഹ. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ല ഫീഹി മാ ലം യുഹദിസ് തഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദുആകളിലൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ എന്ന് തുടങ്ങുന്ന ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് അവനവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് അവനവൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയ ആളുകൾക്ക്. അതിൽ തന്നെ സവിശേഷമാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണേ, അവരോട് കാരുണ്യം കാണിക്കണേ. എന്നാൽ ജീവിച്ചിരിക്കുന്നതിന് ഇപ്പം മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, ആരാകട്ടെ, വേറൊരാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ, കാരുണ്യം കാണിക്കണേ എന്നൊക്കെ പറയുന്ന ദുആകൾ അത്യപൂർവമായിരിക്കും. അയാൾക്ക് അതിനെ സംബന്ധിച്ച് അറിയണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആവില്ല. അത് മരണപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയാണ് എന്നൊരു തേടലുണ്ട്, അതൊരു ചിന്ത ഉണ്ട്. അപ്പോൾ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആളുകളുടെ ധാരണ ഇതാ മരിച്ചുപോയ ആളുകൾക്കുള്ള പ്രാർത്ഥനയാണെന്നാ. പിന്നെ ആൾക്കാർ കാണാം മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമത്തെ റക്അത്തിലെ കംപ്ലീറ്റ് ദുആ ഇങ്ങനെ ലഫ്ളൻ ബി ലഫ്ള്. അത് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പൊങ്കാലയായിരിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇതിങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്ന കാണാം. അത് റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതാണോ, അല്ലെങ്കിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ, അല്ലെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ഇന്നാ ലില്ലാഹി ഫൈദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വല്ല ആപത്ത്, മുസീബത്ത്, മരണമെന്നാണ് പറഞ്ഞില്ല, മുസീബത്ത് ബാധിച്ചല്ല പറഞ്ഞത്. അത് ഏത് രൂപത്തിലുള്ള? അതിൽ ഏറ്റവും വലിയ മുസീബത്താണ് മരണം. അങ്ങനെ ഒരാൾ തേടിക്കഴിഞ്ഞാൽ അതോടുകൂടി അയാൾ ബാധ്യത തീരുന്നില്ല. പിന്നെ അയാൾക്ക് എന്താ വേണ്ടത്? മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുമ്മ ഇഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു എന്ന് പറയുന്നതല്ല, മറിച്ച് ആ പടച്ചതമ്പുരാനെ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ഒന്നിനെ പകരമായി നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രവാചക ചര്യയിൽപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി മഗ്ഫിറത്തും റഹ്മത്തും തേടുന്ന സവിശേഷമായ വിശിഷ്ടമായ രണ്ട് ആളുകൾ അല്ലെങ്കിൽ മലായികത്തുകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരൊക്കെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയും അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അൽ മലായികത്തു, മലക്കുകൾ, തുസല്ലി അലാ അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. മാദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി, ഒരു വ്യക്തി അയാൾ നിസ്കരിച്ചു, ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരിക്കുന്ന കാലം അത്രയും. അപ്പൊ അതെന്താ മനസ്സിലാക്കാൻ പറ്റും? ഹദീസിൽ കാണാൻ പറ്റും, ഒരാൾ ഫർദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി, അയാൾ സുന്നത്ത് നിസ്കരിച്ചു, ആ സുന്നത്ത് നമസ്കരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഫർദ് നമസ്കരിക്കുന്നതിന്റെ ഇടയിലുള്ള ദൂരം ചിലപ്പോൾ മിനിറ്റുകൾ ഉണ്ടാവാം. ആ സമയം അയാൾ മറ്റ് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചർച്ച ചെയ്യാതെ, നന്ദിനീയ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിന് വിരോധം ഇല്ല എന്നുകൂടി മനസ്സിലാക്കാം. അങ്ങനെ സംസാരിക്കാതെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ തഖൂലു, മലക്ക് പറയും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിനോട് കാരുണ്യം കാണിക്കണമേ. സ്വന്തം ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ കുടുംബക്കാരും രക്തബന്ധുക്കളും പോലും പറയാത്തത് ഒരു നിസ്കാരത്തിനു ശേഷം അടങ്ങി ഒതുങ്ങി അവനവന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പരലോകം ആഗ്രഹിച്ച് ഭൗതികമായ കാര്യങ്ങളൊന്നും തൽക്കാലം ചർച്ചയിൽ വരാതെ, അതൊക്കെ ആ ചെരുപ്പ് ഊരി വെക്കുമ്പോൾ തന്നെയാണ് വെക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വിടുന്നത് പോലെ തന്നെ ഭൗതിക കാര്യങ്ങൾ അവന് പള്ളിയുടെ പുറത്തുനിന്ന് സംസാരിക്കുകയും ചെയ്യാം. ഈ ഒരു അസുലഭമായ ഭാഗ്യം തട്ടിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക പരമാവധി. ഇത് എങ്ങനെ വിശ്വാസിക്ക് കിട്ടാതെ ഇരിക്കും എന്നുള്ളതിന് പിശാച് നല്ല കളി കളിക്കും.
ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കുക എന്ന് പറയില്ലേ, ഇതുപോലെ പിശാചി വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും മഹാഭാഗ്യം എങ്ങനെയാണുള്ളത് തട്ടിക്കളയും. അത് ആദ്യം മുതൽ എന്നാൽ സ്വർഗീയമായ അനുഭൂതി ആസ്വദിച്ചു വന്നിരുന്ന അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമി നമ്മുടെ ഉമ്മ ഹവ്വാ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കളിച്ച കളി ഖിയാമത്ത് നാൾ വരെ കളിച്ചുകൊണ്ടേയിരിക്കും. ആളുകളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേറെ ഒരു ലക്ഷ്യമല്ല, ഭൗതികമായ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യസാധ്യതയൊന്നുമില്ല. എങ്ങനെ വിറ്റങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാം, അത് ഏറ്റവും നല്ല രൂപത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും നല്ല കളിയാണ് കളിക്കുക. മരണസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലീമായ ഹൃദയത്തോടുകൂടി കാമിലായ ഹൃദയത്തോടുകൂടി തൗഹീദിന്റെ കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടക്കാൻ ഇയാളെ സമ്മതിക്കരുത്, വിടില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ആ സമയത്താണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഒരു മുഅ്മിനിന് എന്തൊക്കെ ഗുണം കിട്ടണോ ആ ഗുണം കിട്ടുന്നതൊക്കെ അവിടെ ഇടപെടും. നോക്കൂ, ഖുർആൻ ഓതുക, അതുവരെ ഉറക്കം വരാത്ത ആൾക്ക് 2 പേജ് ഓതുമൊക്കെ കണ്ടു തന്നെ ഇങ്ങനെ അറിയും. ദിക്റുകളും ദുആകളും ചെയ്യുക, അത് 33 വട്ടം എത്തലൊക്കെ അപൂർവമാണ്. പ്രത്യേകിച്ച് ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ അതിന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, മറ്റെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വിചാരിക്കുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു സമയം, അതായത് നമസ്കാരത്തിനിടയിൽ മറ്റൊരു നമസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാൽ നമുക്കൊക്കെ പരലോക മോക്ഷം കിട്ടാൻ ഉപകരിക്കുന്ന 2 ദുആയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മഹു. സാന്ദർഭികമായിട്ട് മറ്റേ ദുആയുടെ ഒരു ഭാഗം ഞാനിങ്ങനെ വിട്ടുപോയിരുന്നു. ഏത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജ്ർനി, അല്ലാഹുവേ എന്റെ മരിച്ചുപോയ അല്ലെങ്കിൽ അപകടം നടന്ന പ്രയാസപ്പെട്ട മറ്റെന്ത് ബുദ്ധിമുട്ടാണുള്ളത് ആ വിപത്തിൽ എനിക്ക് നീ കൂലി തരണമേ, ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ നല്ലത് എനിക്ക് പകരം നൽകുകയും ചെയ്യണേ എന്നാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം പറയേണ്ടത്. നമ്മളൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ കേട്ടത് നമ്മുടെയൊക്കെ പ്രാവർത്തികമായ രംഗത്ത് ഒരാൾ മരിച്ചു, പ്രയാസം ഉണ്ടായെന്ന് കണ്ട ടെക്സ്റ്റ് കരഞ്ഞു പോകേണ്ട, നമ്മുടെ വായ കൊണ്ട് പറയാൻ പറയുക, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ടെക്സ്റ്റ് ഇട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, ദുആ ചെയ്യാൻ മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തന്ന് അവനെ കാണുമ്പോൾ സലീമായ ഹൃദയത്തോടുകൂടി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പാകപ്പിഴവുകളും അല്ലാഹു പരിഹരിച്ച് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. തിന്മകളും തെറ്റുകളും ചപലതകളും വന്നുപോയെങ്കിൽ അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി പ്രയാസപ്പെടുന്നവരും അവശതയുള്ളവരും ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവരുമായ ആളുകളുണ്ട്. അല്ലാഹുവേ, രോഗികളായ ആൾക്ക് ആജലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താപത്തും ആഫിയത്തും എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കണമേ. ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈഷത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും വർഷിച്ചു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും ഞങ്ങളുടെയും എളുപ്പമാക്കി തന്ന അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ വരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.